മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. CPM നേതാവും പത്തനാപുരം കാരുമൂട് വാർഡിന്റെ പ്രതിനിധിയും റിട്ടയർഡ് അധ്യാപികയുമായ എം ഫാത്തിമ ഖാൻ വീണ്ടും ഒരിക്കൽ കൂടി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ ഖാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസിലെ പടിഞ്ഞാറ്റേതിൽ നൂർജഹാനെ പരാജയപ്പെടുത്തിയാണ് 11 വോട്ടുകൾ നേടിയ ഫാത്തിമ ഖാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഫാത്തിമ ഖാന്റെ പേര് നിർദ്ദേശിച്ചത് വാഴപ്പാറ വാർഡിൽ നിന്നും വിജയിച്ചു വന്ന AB അൻസാർ ആയിരുന്നു. M ജിയാസുദ്ദീൻ പിന്താങ്ങി. വരണാധികാരിയായ അസിസ്റ്റന്റ് രജിസ്ട്രാർ രാമചന്ദ്രൻ നായർ, ഉപവരണാധികാരിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ B ബൽരാജ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച എം ഫാത്തിമ ഖാനെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി റിട്ടേണിംഗ് ഓഫീസർ രാമചന്ദ്രൻ നായർ പ്രഖ്യാപിക്കുകയും ഫാത്തിമ ഖാന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും LDFന്റെ പ്രമുഖ നേതാക്കന്മാരും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഷാജി തുടങ്ങിയ നിരവധി പ്രമുഖർ വോട്ടെടുപ്പും സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്ന ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയിരുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന് ആധുനിക മുഖം പകർന്നു നൽകുമെന്ന് എം ഫാത്തിമ ഖാൻ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയും ഗ്രന്ഥശാല സംഘം പ്രവർത്തകനുമായ M ജിയാസുദ്ദീൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. ഗ്രന്ഥശാല സംഘം താലൂക്ക് പ്രസിഡന്റ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ AITUC ജനറൽ സെക്രട്ടറി, കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന M ജിയാസുദ്ദീൻ രാഷ്ട്രീയ നേതാവ് എന്നതിനൊപ്പം വൈജ്ഞാനിക പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. കുണ്ടയം 14 വാർഡിൽ നിന്നും കോൺഗ്രസിലെ പ്രബലനായ JL നസീറിനെ പരാജയപ്പെടുത്തിയാണ് M ജിയാസുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗമായത്. 1988 മുതൽ 1995 വരെ M ജിയാസുദ്ദീന്റെ അമ്മയും CPI നേതാവുമായ BV ജാൻ ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറെ ശ്രദ്ധേയമായ മത്സരം നടന്ന വാർഡാണ് കുണ്ടയം വാർഡ്. കേരള കോൺഗ്രസ് Bയിലെ ഉസ്മാൻ സാഹിബായിരുന്നു M ജിയാസുദ്ദീന്റെ എതിർ സ്ഥാനാർത്ഥി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFലെ ഉസ്മാൻ സാഹിബിന് 8 വോട്ടും LDF പ്രതിനിധി M ജിയാസുദ്ദീന് 11 വോട്ടും ലഭിച്ചു. 11 വോട്ട് ലഭിച്ച M ജിയാസുദ്ദീനെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി റിട്ടേണിംഗ് ഓഫീസർ R ശ്രീനിവാസൻ പ്രഖ്യാപിക്കുകയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് M ജിയാസുദ്ദീന്റെ പേര് നിർദ്ദേശിച്ചത് CPMലെ ശിവദാസൻ പിള്ളയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സരള പിന്താങ്ങി. ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുമെന്ന് ജിയാസുദ്ദീൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ചുമതല കൊണ്ടുപോകുന്നതിന് ഞാൻ പരമാവധി പരിശ്രമിക്കുമെന്ന് ഉറപ്പു നൽകട്ടെ. ആശയങ്ങൾക്കൊത്തരം നയങ്ങൾ അനുസൃതമായ തലത്തിൽ മുന്നോട്ട് പോവുകയും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാ ജനപ്രതിനിധികളുടെയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് പത്തനാപുരത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി നിലകൊള്ളും. അതിനുവേണ്ടി എല്ലാവരും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സഹകരണം അഭ്യർത്ഥിക്കുകയാണ്.